ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചേന മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി നോക്കാം. വളരെ സിമ്പിളാണ്, ഈസിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് വൈകിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ സ്നാക്കായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് വളരെ ഈസിയാണ്. നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിത് ചേനയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് എടുക്കാം. നന്നായിട്ട് ഇത് തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഇതൊന്ന് ചതുര കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ കുക്കറിൽ വെച്ചാൽ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ട് വെന്തുടഞ്ഞു പോവാത്ത രീതിയിൽ ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാനിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമെല്ലാം ഒന്ന് പോയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് കേട്ടോ. അപ്പോൾ ഞാനിതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചതച്ചത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഞാനൊരു അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വലിയ സ്പൂണിന്. അതുകൂടി ഇട്ടതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. പൊടി നന്നായി മൂത്തതിന് ശേഷം ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ചേനയാണെങ്കിൽ ഒരുപാടങ്ങ് വേവാതെ പകുതി വേവിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കിത് അല്പസമയം കൂടെ അടച്ച് വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അല്പസമയം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് അല്പസമയം നമ്മൾ കഴിഞ്ഞ അടപ്പ് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോകുന്ന പരുവത്തിൽ വേവിച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിതുപോലെ നല്ല വേറിട്ട് കിടക്കുന്ന രീതിയിൽ കിട്ടത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് ഈ ഒരു മെഴുക്കുവരട്ടി ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഇട്ടിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഇതേപോലെ മെഴുക്കുവരട്ടി തയ്യാറാക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന്. അതിലും നല്ല ടേസ്റ്റാണ് ചേനയ്ക്ക്. അപ്പം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.